നടനും ബി നേതാവുമായ ജി കൃഷ്ണകുമാറിനെതിരെ തട്ടിക്കൊണ്ടുപോകലിന് കേസെടുത്തിരിക്കുകയാണ്. കൃഷ്ണകുമാർ, മകൾ ദിയാകൃഷ്ണ, കൃഷ്ണകുമാറിന്റെ സുഹൃത്ത് സന്തോഷ് എന്നിവർക്കെതിരെയാണ് മ്യൂസിയം പോലീസ് കേസെടുത്തിരിക്കുന്നത്. ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരുടെ പരാതിയിലാണ് ഇവർക്കെതിരെ തട്ടിക്കൊണ്ടുപോകലിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പൈസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ച് തീർക്കുന്നതിന് വേണ്ടി ആരോപണ വിധേയരായ വനിതാ ജീവനക്കാരെ വിളിച്ചു വരുത്തുകയും അതിനുശേഷം മറ്റൊരിടത്തേക്ക് ഇവരെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി എന്നുമാണ് കൃഷ്ണകുമാറിനെതിരെ ജീവനക്കാർ നൽകിയിരിക്കുന്ന പരാതി. ഇതിൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. സ്ത്രീത്വത്തെ അപമാനിച്ചതിനും കേസുണ്ട്. വനിതാ ജീവനക്കാരെ തട്ടിക്കൊണ്ടുപോയ ശേഷം വീട്ടുകാരെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയെന്നാണ് പരാതിയിൽ പറയുന്നത്. ജീവനക്കാരികൾ 8,82,000 രൂപ നൽകിയതിന്റെ രേഖകൾ പോലീസിന് ലഭിച്ചിട്ടുമുണ്ട്. കേസിൽ വിശദമായ അന്വേഷണത്തിന് ശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. ദിയാകൃഷ്ണയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിലെ 3 വനിതാ ജീവനക്കാർ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന് കാണിച്ച് വനിതാ ജീവനക്കാരികൾക്കെതിരെ നേരത്തെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ഇതിനു പുറമെ ആരോപണ വിധേയരായ വനിതാ ജീവനക്കാരിയുടെ ഭർത്താവ് ആദർശ് മകൾ ദിയെ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൃഷ്ണകുമാർ മ്യൂസിയം പോലീസിന് നൽകിയ പരാതിയിൽ ജീവനക്കാരികളായ വിനീത, ദിവ്യ, രാധാകുമാരി എന്നിവരെയും ദിയാകൃഷ്ണയെ ഭീഷണിപ്പെടുത്തിയതിന് വിനീതയുടെ ഭർത്താവ് ആദർശിനെയും പ്രതികളാക്കി കേസെടുത്തിരിക്കുകയാണ്. തിരുവനന്തപുരം കവടിയാറിൽ ദിയാകൃഷ്ണ നടത്തുന്ന ആഭരണ ഷോപ്പിലെ ജീവനക്കാരികളായിരുന്നു പരാതിക്കാർ. ഇവ സ്ഥാപനത്തിൽ നിന്നും വൻതുക വെട്ടിപ്പ് നടത്തിയതേക്കാട്ടി നേരത്തെ കൃഷ്ണകുമാർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ജീവനക്കാർ തങ്ങളെ കൃഷ്ണകുമാർ തട്ടിക്കൊണ്ടുപോയി എന്ന് കാട്ടി പരാതിപ്പെടുന്നത്. ദിയയുടെ ഓബയോസി എന്ന സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാർ QR കോഡിൽ തിരിമറി നടത്തി 69 ലക്ഷം രൂപയോളം തങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റിയെന്നാണ് കൃഷ്ണകുമാർ പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. സ്ഥാപനത്തിൽ നടത്തിയ ഓഡിറ്റിലാണ് ഈ തട്ടിപ്പ് കണ്ടെത്തിയത് എന്നും പറയപ്പെടുന്നുണ്ട്. തുടർന്ന് ഈ ജീവനക്കാരികളെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി സംസാരിക്കുകയും അവർ തെറ്റ് സമ്മതിക്കുകയും ചെയ്തുവെന്ന് കൃഷ്ണകുമാർ പറയുന്നുണ്ട്. നിയമ നടപടികളിലേക്ക് പോകാതിരിക്കണമെങ്കിൽ തട്ടിപ്പ് നടത്തിയ പണം തിരികെ കൊടുക്കണമെന്ന് ജീവനക്കാരികളോട് ആവശ്യപ്പെടുകയായിരുന്നുവെന്നും അതിനെ തുടർന്ന് ഇവർ 8 ലക്ഷം രൂപയോളം തിരികെ നൽകിയെന്നും കൃഷ്ണകുമാർ പറയുന്നുമുണ്ട്. ബാക്കിയുള്ള പണവും തന്നു തീർക്കാമെന്നും കേസ് കൊടുക്കരുത് എന്നും ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നുവെന്നും കൃഷ്ണകുമാർ പറയുകയാണ്. ഈ ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് ശേഷം തിരികെ പോയി ഇവർ പിന്നീട് ഭീഷണിപ്പെടുത്തിയെന്നാണ് കൃഷ്ണകുമാർ ഇപ്പോൾ പറയുന്നത്.